ദൈവത്തിൻ്റെ ഏറ്റവും പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാവട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം. പിന്നെ അവരോട്, നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് പറഞ്ഞു. അവർ ഭയപ്പെട്ടു. ഇവനാർ? അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് തമ്മിൽ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. ഈ വാക്യം പുതിയ നിയമത്തിൽ നിന്ന്, പ്രത്യേകിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് നാം കാണുന്നത്. ഈ അധ്യായത്തിൽ യേശു ഒരു വിധക്കാരൻ്റെ ഉപമ പറയുകയും അതിൻ്റെ അർത്ഥം തൻ്റെ ശിഷ്യന്മാർക്ക് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനെ തുടർന്ന് ഭൂതങ്ങളെ പുറത്താക്കുക, രോഗികളെ സുഖപ്പെടുത്തുക, മരിച്ചുപോയ ഒരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുൾപ്പെടെയുള്ള അത്ഭുതങ്ങളുടെ ഒരു പരമ്പര തന്നെ അദ്ദേഹം ഈ അധ്യായത്തിൽ ചെയ്ത് നാം കാണുന്നു. ലൂക്കോസ് 8:22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ, യേശുവും അവൻ്റെ ശിഷ്യന്മാരും ഒരു പടകിൽ ഗലീലി കടൽ കടക്കുന്നതിനെ കുറിച്ച് വിവരിക്കുന്നു. ഒരു വലിയ കൊടുങ്കാറ്റ് പൊടുന്നനെ ഉയർന്നു വരികയും കാറ്റും തിരമാലകളും കൊണ്ട് പടക് മറിഞ്ഞു വീഴുമെന്ന് തോന്നുകയും ചെയ്യുന്നു. പ്രാണഭയത്താൽ ശിഷ്യന്മാർ ഉറങ്ങുകയായിരുന്ന യേശുവിനെ ഉണർത്തി തങ്ങളെ രക്ഷിക്കുവാനായി അപേക്ഷിച്ചു. മറുപടിയായി യേശു കൊടുങ്കാറ്റിനെ ശാസിക്കുകയും ഉടനെ ഒരു വലിയ ശാന്തത ഉണ്ടാവുകയും ചെയ്തു. ഇത് യേശു ശിഷ്യന്മാരോട് നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് ചോദിക്കുന്നതിലേക്ക് നയിക്കുന്നു. യേശുവിലുള്ള വിശ്വാസത്തിൻ്റെ നിലവാരം പരിശോധിക്കുവാൻ ഈ ചോദ്യം ശിഷ്യന്മാരെ വെല്ലുവിളിക്കുന്നു, പ്രത്യേകിച്ച് കഷ്ടകാലങ്ങളിൽ. ഈ ഒരു ഭാഗം നമ്മെ പല ചിന്തകളിലേക്കും നയിക്കുന്നുണ്ട്. ഒന്ന്, സ്വാഭാവികമായ ഘടകങ്ങളുടെ മേൽ യേശുവിൻ്റെ ശക്തിയും അധികാരവും പ്രകടമാക്കുന്നു. കാറ്റിനോടും വെള്ളത്തോടും ആജ്ഞാപിക്കുവാനുള്ള അവൻ്റെ കഴിവ് ശിഷ്യന്മാരെ അമ്പരിപ്പിക്കുന്നുണ്ട്. ഇതെന്തൊരു മനുഷ്യനാണ്! യേശുവിൻ്റെ ദൈവിക അധികാരത്തിൻ്റെയും ശക്തിയുടെയും ഈ വിഷയം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും മൊത്തത്തിലുള്ള ഒരു കേന്ദ്രമാണ്. രണ്ടാമതായി ഈ ഭാഗം ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെയും പ്രാധാന്യത്തെ എടുത്തു കാണിക്കുന്നുണ്ട്. യേശു ശിഷ്യന്മാരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നു. പരീക്ഷണങ്ങൾക്കും ക്ലേശങ്ങൾക്കുമിടയിൽ ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം നിലനിർത്തേണ്ടത് അനിവാര്യമാണെന്ന് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നു. ഇത് ബൈബിളിൻ്റെ വിശാലമായ സന്ദേശത്തെ പ്രതിഫലിപ്പിക്കുന്നു. ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനമെന്ന നിലയിൽ വിശ്വാസത്തിൻ്റെ പ്രാധാന്യത്തെ നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ ഈ ഭാഗം ശിഷ്യന്മാരുടെ ആത്മീയ വളർച്ചയുടെയും ധാരണയുടെയും യാത്രയെ കാണിക്കുന്നു. ഈ ഘട്ടത്തിൽ ഈ ശിഷ്യന്മാർ ഇപ്പോഴും യേശുവിൻ്റെ ദൈവപുത്രൻ എന്ന തിരിച്ചറിവിൻ്റെ പൂർണ്ണമായ വ്യാപ്തിയുമായി പൊരുത്തപ്പെടുകയാണ്. കൊടുങ്കാറ്റിനെ ശമിപ്പിക്കുവാനുള്ള അവൻ്റെ കഴിവിലുള്ള അവരുടെ ആശ്ചര്യവും അത്ഭുതവും അവൻ്റെ ദൈവിക സ്വഭാവം മനസ്സിലാക്കുന്നതിലെ അവരുടെ പുരോഗതിയെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ വാക്യത്തിലൂടെ വിശ്വാസികൾ ജീവിതത്തിൽ നേരിടുന്ന പരീക്ഷണങ്ങളെയും വെല്ലുവിളികളെയും പ്രതിനിധീകരിക്കുന്നതാണ് കൊടുങ്കാറ്റ്. ലോകത്തെ പ്രക്ഷുബ്ധവും പ്രവചനാതീതവുമായ സ്വഭാവത്തിൻ്റെ ഒരു രൂപകമായി ഇത് നിൽക്കുന്നു. അവിടെ വ്യക്തികൾ പലപ്പോഴും അരാജകത്വത്തിനും അനിശ്ചിതത്വത്തിനും ഇടയിൽ കുടുങ്ങിക്കിടക്കുന്നു. നേരെ മറിച്ച് യേശു കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സ്ഥിരതയും കൊണ്ടുവരാനുള്ള അവൻ്റെ കഴിവിനെയാണ് കാണിച്ചു തരുന്നത്. അവനിലുള്ള വിശ്വാസത്തിലൂടെയും ഏറ്റവും പ്രയാസകരമായ സമയങ്ങളിൽ പോലും നമുക്ക് അഭയവും ശക്തിയും കണ്ടെത്താനാകുമെന്ന ഓർമ്മപ്പെടുത്തലായി ഇത് നമുക്ക് മുമ്പിൽ പ്രവർത്തിക്കുന്നു. യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്ന ചോദ്യം നിങ്ങളുടെ വിശ്വാസം എവിടെ എന്നതാണ്. ഇത് ആത്മപരിശോധനയുടെ ആവശ്യകതയുടെ പ്രതീകം കൂടെയാണ്. തങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആഴവും ആത്മാർത്ഥതയും വിലയിരുത്തുവാൻ ഇത് വിശ്വാസികളെ പ്രേരിപ്പിക്കുന്നുണ്ട്. പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവത്തിലുള്ള അവരുടെ ആശ്രയത്തെ പുനർമൂല്യ നിർണയത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അവസാനമായി ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 25-ാം വാക്യം
യേശുവിൻ്റെ അധികാരത്തെക്കുറിച്ചും വിശ്വാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ദൈവികതയെ അഭിമുഖീകരിക്കുന്നതിൻ്റെ പരിവർത്തനപരമായ സ്വാധീനത്തെക്കുറിച്ചും ശക്തമായ സന്ദേശം നമുക്ക് നൽകുന്നുണ്ട്. ജീവിതത്തിലെ കൊടുങ്കാറ്റുകളെ അഭിമുഖീകരിക്കുമ്പോഴും ഏറ്റവും പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങളിൽ ശാന്തതയും സമാധാനവും നൽകാനുള്ള ശക്തി അവനുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ദൈവത്തിൽ വിശ്വാസമർപ്പിക്കാനുള്ള ആഹ്വാനമായി ഇത് നമ്മോട് സംസാരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ.